ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കുനെയാണ്. അപ്പൊ ശങ്കു കോൺട്രാക്ടറുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ കോൺട്രാക്ടറെ എന്ന് വിളിച്ച് ആളങ്ങോട്ട് ഓടി വരികയാണ് കേട്ടോ. എടോ, എന്താന്നോടെ ഇത്? എന്താ തന്നെ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. താൻ എന്താ വല്ല ഫാൻസി ഡ്രസ്സിൽ വല്ലതും പോണ്ടോ? സിനിമ അഭിനയിക്കാനല്ല, ജയിലിൽ പണിക്ക് വേണ്ടിയിട്ടാ തന്നെ വിളിച്ചത്. ഇതേ കോൺട്രാക്ടറെ, ആത്മാർത്ഥതയുള്ള പണിക്കാരാണ് ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം. ഡേ 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 ആത്മാർത്ഥത കാണിക്കേണ്ടത് പണിയിലാട്ടോ, വെറുതെ കോപ്പറന്തി വേഷം കെട്ടി വന്നിട്ടല്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്റെ തെറ്റാ, എല്ലാം എന്റെ തെറ്റ് തന്നെയാ. 100 കണക്കിന് പണിക്കാരുള്ള വമ്പൻ മുതലാളിയാണ് എന്റെ കോൺട്രാക്ടർ എന്ന ജയിൽ സൂപ്രണ്ടിനെ സെറ്റിക്ക് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കോലം കെട്ടി വന്നത് എന്റെ തെറ്റ് തന്നെയാ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ, അയ്യോ എടാ, അത് പിന്നെ ഞാൻ ഇപ്പൊ തന്നെ ഈ വേഷം മാറ്റാം കോൺട്രാക്ടറെ എന്ന് പറഞ്ഞു. നമുക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ. അയ്യോ എടാ എടാപ്പേ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. എന്റെ സ്വഭാവം അറിയാലോ. ഉള്ളൊരു കള്ളവും ഇല്ലാത്തോണ്ട് ഉള്ളത് വെട്ടി തുറന്നങ്ങ് സംസാരിക്കും. അതെ, സങ്കടമായോടെ നിനക്ക്? സാരല്ലടേ, വിട്ടുകളാ, അത് ശ്രമിച്ച് കളയടാ എന്ന് പറഞ്ഞു. എടാ, ഇന്ന് പണിക്കൂലി തരുമ്പോ നിനക്ക് ഞാൻ 100 രൂപ അധികം തരും. നിനക്കെന്താ, സന്തോഷായില്ലേ? ആ, സന്തോഷായി എന്ന് പറഞ്ഞു. ശരി, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യാ, സാധനങ്ങളൊക്കെ എടുത്ത് വേഗം വിട്ടു പോവാൻ നോക്ക. ടൂൾസ് ഒക്കെ ഞാൻ എപ്പോഴോ റെഡിയാക്കി വെച്ചിരിക്കുക, ദാ നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പാത്രം. ഇതെന്താടാ ശരവണ? ഇതെനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരം. അതെന്തിനാ? നിനക്ക് ആഹാരം ഞാൻ വാങ്ങിത്തരില്ലേ? പുറത്തുനിന്നൊന്നും കഴിക്കാൻ പാടില്ല എന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറയണത് കേട്ടില്ലെങ്കിലേ ഓലയ്ക്ക് കടിക്കും. ഷോ, ഇത്രയും വലിയ മുതുക്കനായ നിന്നെ ഓലയ്ക്ക് കടിക്കുന്നോ? പിന്നെ എന്റെ അമ്മയും വീട്ടിലെ ഒലക്കയും ഇരുട്ട പറ്റതാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്റെ പൊന്നോ. എന്തൊരു കുടുംബയുടെ ഡേഞ്ചർ ആണല്ലോ. അമ്മ പറഞ്ഞതാ കോൺട്രാക്ടറെ. അതിൽ നിന്ന് ശരിക്കും പറഞ്ഞ അടി കിട്ടും എന്ന് പറഞ്ഞ ഒരു സംശയവും ഇല്ല കേട്ടോ. അപ്പൊ പാത്രം എടുത്തപ്പോ നല്ല മണം ഉണ്ടല്ലോടോ. എന്താടാ ഇന്നത്തെ സ്പെഷ്യല്? നീ ആ പാത്രം ഒന്ന് തുറന്ന് കാണിച്ചേ. ഏയ്, പാത്രം ഒന്നും തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താടാ? അതെ, ഞാൻ കഴിക്കുന്ന ആഹാരം മറ്റൊരാളും കാണാൻ പാടില്ല എന്ന് എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നേ. കണ്ട, എന്താടാ കുഴപ്പം? അവര് കൊതി വിട്ടാലോ? അതാന്നേ എന്റെ പൊന്ന് കോൺട്രാക്ടറെ, എന്താന്ന് അറിയില്ല കേട്ടോ. ഈ ആഹാരത്തിന്റെ മണം അടിച്ചപ്പോ തന്നെ കോൺട്രാക്ടർക്ക് കൊതി വന്നില്ലേ? അല്ലടാ, അത് പിന്നെ ഞാന് കൊതി വന്നോ ഇല്ലയോ അത് പറ കോൺട്രാക്ടറെ. എടാ, ഞാൻ നല്ല മണം ഉണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. മതിയല്ലോ, എനിക്ക് കൊതി കിട്ടിയില്ലേ കോൺട്രാക്ടറെ. ഇനി എന്റെ വയറിന്റെ കാര്യം എന്തരോ എന്ന് പറഞ്ഞോണ്ട് ശങ്കർ ഇങ്ങനെ നിക്കണം. എന്നാ വാ കോൺട്രാക്ടറെ, നമുക്ക് പോവാം, പുറത്ത് നിക്കാം എന്ന് പറഞ്ഞോണ്ട് വേഗം തന്നെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഈ ചെറുക്കം വല്ലാത്തൊരു ജന്മം തന്നെ. അവരുടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു തന്തയും തള്ളയും ഒക്കെ ഉണ്ട്. ഓ, വല്ലാത്തൊരു സെറ്റപ്പ് തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ശങ്കര ദേണ്ട ജയിലിലെത്തി. സമയം 10 മണിയായല്ലോ. ജയിലിന്റെ എല്ലാരും പുറത്തിറക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ശങ്കർ ഇങ്ങനെ ഗൗരിയെ തപ്പി തപ്പി നടക്കുകയാണ്. അപ്പം തോട്ടത്തിൽ പോയി നോക്കിയപ്പം അവിടെ എങ്ങും ഗൗരി ഇല്ല കേട്ടോ. ഷോ, ഇവിടെ എങ്ങും ഗൗരിയെ കാണുന്നില്ലല്ലോ. എന്റെ ഈശ്വര, ഇനിയിപ്പൊ എവിടെയായിരിക്കും? എന്റെ ആണെങ്കിലും ഇനിയിപ്പൊ ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കാം? അപ്പൊ ശങ്കർ വീണ്ടും ഇങ്ങനെ തപ്പി തപ്പി ചെല്ലുമ്പോഴത്തേനും ആള് ലൈബ്രറിയിലുണ്ട്. അപ്പൊ ലൈബ്രറിയിലെ പുസ്തകമൊക്കെ ഇങ്ങനെ എടുത്ത് അതൊക്കെ നോക്കി ഇങ്ങനെ തൂത്ത് തുടച്ചൊക്കെ ഇരിക്കുമ്പോഴേക്കും പൊടി അടിച്ചിട്ട് മൂക്ക് കയറി തുമ്മുവാണ് കേട്ടോ. അപ്പം എന്റെ പൊന്നോ, അമ്മയൊന്ന് തുമ്മിയതാണ് ചക്കരെ പേടിച്ചോ? പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് സംസാരിക്കുക. അപ്പൊ ഇത് കണ്ട് ശങ്കറിന് ആകെ സങ്കടമായിട്ടോ. അപ്പൊ കുഞ്ഞിനോട് നിന്നോടൊന്ന് സംസാരിക്കണമെന്നും നിന്റെ മടികൾ തലവെച്ച ആ കുഞ്ഞിന്റെ അനക്കം കേൾക്കണമെന്നും കുഞ്ഞുമായിട്ട് സ്വകാര്യം പറയണമെന്നും അവന്റെ അച്ഛനുമായിട്ട് അവൻ സ്വകാര്യം പറയണമെന്നും ഒക്കെ എത്ര ആഗ്രഹിച്ചാന്ന് അറിയോ ഞാന്. പിന്നെ എനിക്ക് ശരിക്കും ഒരു കയ്യെത്തും ദൂരത്തിൽ ഇപ്പൊ ഉണ്ട് ഞാന്. പക്ഷെ നിന്റെ അടുത്തേക്ക് വരാനായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ ഗൗരിയെ എന്ന് പറഞ്ഞോണ്ട് ശങ്കറിന് ഭയങ്കര സങ്കടം. അവസാനം ശങ്കർ ഈ അപ്പം എടുത്ത് പതുക്കെ ആ ടേബിളിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ശങ്കു അവിടുന്ന് പുറത്തേക്ക് ചാടിയിട്ടോ. അപ്പൊ ഗൗരി ഇങ്ങനെ വരുമ്പോ ഈ പാത്രം അവിടെ ഇരിക്കുന്നു. അപ്പൊ വേഗം തന്നെ ഗൗരി വന്നിട്ട് ഈ പാത്രം ഇങ്ങനെ നോക്കുവാണ്. മണത്ത് നോക്കിയപ്പോ നല്ല തെരളിയപ്പത്തിന്റെ മണം. ആള് വേഗം തന്നെ അത് തുറന്നു നോക്കിട്ടോ. ഇത് കണ്ട സന്തോഷം എന്ന് പറഞ്ഞാൽ പറയണ്ട, അത്രയ്ക്ക് സന്തോഷമായി ഗൗരിക്ക് കേട്ടോ. അപ്പൊ ഗൗരി ഇതിങ്ങനെ നോക്കിയിട്ട് വേഗം തന്നെ, അയ്യോ, ഇത് ഞാൻ കമലയിടത്തോട് മാത്രമേ എനിക്ക് തെരളിയപ്പം തിന്നണമെന്നുള്ള ആഗ്രഹം പറഞ്ഞിരുന്നുള്ളല്ലോ. പിന്നെ എങ്ങനെയാ കമലയിടത്ത് ഇനി ശങ്കറിനോട് പറഞ്ഞിട്ട് ശങ്കർ ആയിരിക്കുമോ എനിക്കിത് കൊണ്ടുവന്നത്? ശങ്കർ എങ്ങനെയല്ല
എനിക്ക് വേണ്ടിയിട്ട് എങ്ങനെ തെരളിയപ്പം കൊണ്ടുവന്ന് ജയിലിലേക്ക് വരും? പക്ഷേ ശങ്കറിന് എങ്ങനെയാ വരാൻ കഴിയുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ശങ്കർ അവിടെ നിന്ന് ഇങ്ങനെ ചാടിപ്പോന്ന ഒച്ച കേട്ടത്. നോക്കുമ്പോഴേക്ക് കൈ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. അപ്പൊ കയ്യില് ഗൗരി ശങ്കറിന് പച്ച കുത്തിയിട്ടുണ്ട്. അപ്പൊ അത് മാത്രമേ നമ്മുടെ ഗൗരി കണ്ടു. അതെ, അത് ഗൗരി ശങ്കറിന് തന്നെയാ പച്ച കുത്തിയിരിക്കുന്നത്. അപ്പൊ അത് ശങ്കർ ഭായ് തന്നെയാ, എന്റെ ശങ്കു തന്നെയാ എന്നിങ്ങനെ ഉറപ്പിച്ചു. എന്നിട്ട് വേഗം തന്നെ ഗൗരി വേഗം ശങ്കറിനെ നോക്കി പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആളുടെ നിയന്ത്രണം തെറ്റിപ്പോയി. ഈ പാത്രമൊക്കെ ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേക്കും ദേണ്ട നമ്മുടെ പ്രീതിയും മെഹറും നന്ദനയും ഒക്കെ കൂടി ദേണ്ട അങ്ങോട്ടേക്ക് വരികയാണ്. അവരങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കയ്യില് ഗൗരിയുടെ പാത്രം ഇരിക്കുകയാണ്. കള്ളനോട്ടെ, എന്താണ് നിന്റെ കയ്യില് എന്ന് ചോദിച്ചു. ഈ ടീംസ് സംഗതി പ്രശ്നമാക്കുന്ന രക്ഷണമുണ്ടല്ലോ. അപ്പൊ ശങ്കർ ഇങ്ങനെ മാറി ഇതെല്ലാം നോക്കുന്നുണ്ട്. നീ തരില്ലെന്നോ? എന്നാ പിന്നെ ഞങ്ങൾ മേടിക്കും എന്ന് പറഞ്ഞ ഇവളുമാരെ ബലം പ്രയോഗിച്ച് അത് വാങ്ങാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ജയിലിലെ എന്താ പറയാ പോലീസുകാരെ അങ്ങോട്ടേക്ക് വരണത്. ഇവളുടെ കുറ്റി ഓർമ്മ കൊടുത്താലും അങ്ങോട്ട് ചെന്നിട്ട് എന്ന് ശങ്കറിനോട് നിന്നിട്ട് നിക്കപ്പുറത്തില്ല. അപ്പോഴാണ് പോലീസുകാർ വന്നത്. എന്താ അവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. എന്താ ഇവിടെ പ്രശ്നം? ചോദിച്ചത് കേട്ടില്ലേ? അത് പിന്നെ ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഈ പ്രീതി ഇത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. മേഡം ഇത് കണ്ടോ? ടിഫിൻ കാരിയറോ? ഈ ടിഫിൻ കാരിയർ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അത് ഗൗരിക്കറിയാം മേഡം, എനിക്കറിയില്ല. ഇവളുടെ കയ്യിലാ ഞങ്ങൾ ഇത് കണ്ടത് എന്ന് പറഞ്ഞു. ഗൗരി, ഇവര് പറഞ്ഞത് സത്യമാണോ? മേഡം സത്യം മേഡം. അത് പക്ഷേ എങ്കില് മേഡം ഇതൊന്ന് തുറന്നു നോക്ക് എന്ന് പറഞ്ഞു. മേഡം വേഗം വല്ല ആക്സോ ബ്ലേഡോ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു ഉടനെ പ്രീതി. അപ്പൊ വേഗം തന്നെ മേഡം തുറന്നു നോക്കിയപ്പം ഇത് തെരളിയപ്പോ ആണല്ലോ. ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നിങ്ങനെ ചിന്തയായി. എന്താടി ചോദിച്ചു കേട്ടില്ലേ? ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്നാ ചോദിച്ചത്. എങ്ങനാ ഗൗരി നിന്റെ കയ്യിൽ ഇത് കിട്ടിയത്? സത്യം പറയാ എന്ന് പറഞ്ഞു. ഈ ടിഫിൻ കാരിയർ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു എന്നാ ചോദിച്ചത്. മേഡം, ഈ ടിഫിൻ കാരിയർ ലൈബ്രറിയുടെ ടേബിളിന് മുകളില് ആര് കൊണ്ടുവച്ചതാ? അവിടെ ആരാ കൊണ്ടുവച്ചതെന്ന് എനിക്കറിയില്ല മേഡം. ഗൗരി, നീ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും പറയാ, ഈ കാര്യം ഞാൻ ഇപ്പൊ തന്നെ സൂപ്രണ്ടിനെ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അവര് തീരുമാനിക്കട്ടെ. മുമ്പും താൻ ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തന്റെ കാര്യത്തില് എന്ത് വേണമെന്ന് സൂപ്രണ്ടങ്ങ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. മേഡം പ്ലീസ് മേഡം എന്നൊക്കെ പറഞ്ഞപ്പം ഇവര് ടിഫിൻ കാരിയറുമായിട്ട് നേരെ ലക്ഷ്മി മേഡത്തിന്റെ അടുത്തേക്ക് പോവാണ്. അയ്യോ എന്റെ വടക്കുനാഥാ, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് എന്റെ കിടാവിന് ഒരെണ്ണം കഴിക്കാൻ പോലും പറ്റിയില്ലല്ലോ. എടി കളനോട്ടെ, നിന്നോട് ഇത്തവണ സൂപ്രണ്ട് ഒരു മനസ്സലിവും കാണിക്കില്ല. അല്ലെങ്കിൽ നോക്കിയോ, നിനക്ക് തല 8ന്റെ പണി തന്നെ കിട്ടാൻ പോവാ, നീ കണ്ടോടി എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പേടിപ്പിക്കുക. ഞാൻ കാരണം ഇനിയും എന്റെ ഗൗരിക്ക് പ്രശ്നമാവുകയാണല്ലോ. എന്റെ വടക്കുന്നതാ, എന്താ ചെയ്യുക? ഓ ശരിക്കും എന്താ ചെയ്യുക? എന്റെ ദൈവമേ, അവളെ ശരിക്കും പറഞ്ഞാൽ പാവം എന്റെ ഗൗരിയും ഒരു കാശിനും കൊള്ളത്തില്ലാത്ത കുറെ പെണ്ണുങ്ങളും. ഇനിയിപ്പോ സൂപ്രണ്ട് എന്ത് പണിയായിരിക്കും കൊടുക്കാൻ പോണത് എന്നോർത്ത് ശങ്കറിന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പൊ ശങ്കർ ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ സുന്ദരന്റെ അളിയൻ സുരേന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ. ആളിയെ ടെൻഷൻ അടിക്കേണ്ട അളിയ, ഞാനിവിടെ ഇല്ലേ അളിയൻ, ഈ സുരേന്ദ്രൻ ഇല്ലേ? ആളിയൻ മാറ്റി മറിച്ചിരിക്കും. ഞാനേ ഇപ്പൊ ഡീസന്റ് ആളിയാ, ഞാൻ എല്ലാത്തിനും നല്ല സെറ്റപ്പ് ആയിരിക്കും. അപ്പോഴേക്കും പോലീസുകാർ വന്നു. ഗൗരി, നിന്നെ സൂപ്രണ്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഗൗരി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും എടി കളനോട്ടെ, നീ പെട്ടു, നിനക്ക് പണി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. സൂപ്രണ്ട് മേഡമേ ഇത്തവണ നിന്നോട് ഒരു സഹതാപവും കാണിക്കത്തില്ല. അല്ലെങ്കിൽ നീ നോക്കിക്കോ, നിന്റെ കരച്ചിലുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് ഞങ്ങൾ അത് കേൾക്കുക തന്നെ ചെയ്യാം. കളനോട്ട് വേഗം അങ്ങോട്ടേക്ക് ചെല്ലാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഗൗരി ഒന്നും മിണ്ടിയില്ല. ഗൗരി പതുക്കെ അതേ സൂപ്രണ്ട് അടുക്കലോട്ട് പോവാണ് കേട്ടോ. എന്റെ ദൈവമേ, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുക? അവളെ എങ്ങനെ ശിക്ഷിക്കുമോ എന്തോ എന്നോർത്ത് ആകെ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് വിളിക്കുന്നത് കോൺട്രാക്ടർ. എടാ ശരവണ, പണി കഴിഞ്ഞില്ലേടാ, ഇങ്ങോട്ട് പാടാ എന്ന് പറഞ്ഞു. അപ്പൊ ശരവണൻ വിളിച്ചു കേട്ടിട്ട് ഇപ്പൊ എങ്ങനെ ശിക്ഷിക്കൂല്ലോ എന്ന് അറിയത്തുമില്ല, എന്താ ചെയ്യുക? അപ്പൊ ശങ്കറിന് പോവാനായിട്ട് മനസ്സുമില്ല. അപ്പൊ സുരേന്ദ്രൻ പോവാനായിട്ട് റെഡിയായി നിന്നപ്പോഴത്തേനും അതെ കോൺട്രാക്ടർ അളിയാ, ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം? എന്താടാ? ടൂൾസിന്റെ കിറ്റില്ലേ, അതെ അതെടുക്കാൻ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. ജയിലിനുള്ളിലാ. എടാ പോയി എടുത്തോണ്ട് വാടാ, നിനക്ക് നേരത്തെ സ്ഥലത്ത് എടുത്തൂടെ? ഇതേ ശരിയാക്കൂ എന്നെ അളിയൻ, നീ വേഗം തന്നെ നോക്കിയിരിക്കാതെ പോയി എടുത്തോണ്ട് വാടാ എന്ന് പറഞ്ഞു.
ശരി അളിയ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ നമ്മുടെ ശങ്കർ ജയിലിലേക്ക് പോവാണ് കേട്ടോ. ഇനി എന്ത് പണിഷ്മെന്റ് കിട്ടുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ശങ്കറിന് നല്ല ടെൻഷനാണ്. അപ്പൊ ശങ്കർ വേഗം തന്നെ ആ ലക്ഷ്മി മാഡത്തിന്റെ ക്യാബിന് അവിടത്തേക്ക് പോയി അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ സംഭവിക്കാന്ന്. അപ്പൊ ഇത് കൊണ്ടുപോയി വെച്ചു കൊടുത്തു. അപ്പം ലക്ഷ്മി മാഡം അവിടെ ഇരിപ്പുണ്ട്. ഗൗരി സത്യം പറയണം, ഇതാ ഈ ടിഫിൻ കാരിയർ ഗൗരിയുടെ കയ്യിൽ എങ്ങനെയാ വന്നത് എന്ന് ചോദിച്ചു. മേഡം അറിയില്ല മേഡം എന്ന് പറഞ്ഞു. സത്യവാ, എനിക്കിത് കിട്ടിയത് ലൈബ്രറിയിൽ നിന്നാ മേഡം എന്ന് പറഞ്ഞു. നമ്മുടെ ലൈബ്രറിയിൽ നിന്നോ? അതെ മേഡം, ശരിക്കും അവിടെ നിന്ന് തന്നെയാ കിട്ടിയത്. പക്ഷെ അത് അവിടെ എങ്ങനെ വന്നു അതൊന്നും എനിക്കറിയില്ല. ടിഫിൻ കാരിയറിനെ പറന്നു വരാനൊന്നും പറ്റില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല മേഡം. ഗൗരി ദേ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ ശരിയാകുക എന്ന് ചോദിച്ചു ലക്ഷ്മി മാഡം. മേഡം ഞാനൊരു ബുക്ക് എടുത്ത് തിരിച്ചു പോരുമ്പോ ടേബിളില് ഈ ടിഫിൻ കാരിയർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അപ്പോഴാ ഇത് കാണുന്നത്. വെള്ളിയപ്പത്തിന്റെ മണം വന്നപ്പോ അറിയാതെ ഞാനൊന്ന് തുറന്നു നോക്കിപ്പോയി മേഡം. ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ മേഡം എന്ന് പറഞ്ഞു. അല്ലാതെ ഇതെങ്ങനെ അവിടെ വന്നു എന്നൊന്നും എനിക്ക് ആര് കൊണ്ടുവച്ചോ എന്നൊന്നും എനിക്ക് അറിയില്ല മേഡം, സത്യമായിട്ടും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷ്മി മേഡം നിന്നിട്ട് മേഡം മേഡം ഇത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു. ഇതാരോ ഗൗരിക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്നതാ. എനിക്ക് വേണ്ടിയോ എന്ന് ചോദിച്ചു. അതെ തനിക്ക് വേണ്ടി തന്നെ. ഐഷ ദേ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ പുറത്തു നിന്ന് ഒരാൾക്ക് ഈ ജയിലിനുള്ളിലേക്ക് വരാൻ കഴിയുമോ? പറയടോ. ഈ ടിഫിൻ കാരിയർ ജയിലിനുള്ളിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ നിങ്ങളുടെ സുരക്ഷാ വീഴ്ച തന്നെയാണ്. എന്താ അല്ലേ ആയിഷ? പറയ. വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ വിഷയം കാണേണ്ടതുണ്ട്. മനസ്സിലായോ ആയിഷ? ഇനി ഇങ്ങനെ ഒരിക്കൽ കൂടി ഈ ജയിലിൽ ആവർത്തിക്കാൻ പാടില്ല. ദിസ് ഇസ് മൈ ഓർഡർ. ഓക്കെ ആയിഷ പൊക്കോളും. അല്ല മേഡം ഈ തെരളിയപ്പോ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ എന്ന് ചോദിച്ചോ. ആയിഷ പൊക്കോളും, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ആയിഷ അങ്ങ് പറഞ്ഞു വിട്ടു. അപ്പൊ ഗൗരി ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഗൗരി ആകെ വിഷമിച്ചിട്ട് അപ്പൊ ലക്ഷ്മി മേഡം പതുക്കെ ഒരു തെരളിയപ്പം എടുത്തു. എന്നിട്ട് അത് കഴിക്കാണ് കേട്ടോ, കഴിച്ചു നോക്കാണ്. അതെ തെരളിയപ്പത്തിന്റെ മണം വന്നപ്പോ കൊതി കൊണ്ട് തുറന്നു നോക്കിയതല്ലേ, എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷ്മി മേഡം പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി ഗൗരിക്ക്. ഗൗരി വേഗം തന്നെ അവിടെ നിന്ന് എടുത്തത് കഴിക്കാണ് കേട്ടോ. എന്ത് സന്തോഷമായെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ശങ്കുതെല്ലാം കണ്ടവിടെ ഇരിപ്പുണ്ട്. എന്റെ വടക്കുന്നാഥാ സന്തോഷമായി ശങ്കറിന. എന്റെ കിടാവേ, ഇത്ര കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടിയിട്ട് തെരളിയപ്പം കൊണ്ടുവന്നിട്ട് നീ അത് കഴിക്കാതെ പോവോ? ഹോ, ആ വടക്കുന്നാഥ സമ്മതിക്കില്ല. നീ കഴിക്കടി മോളെ, നീ ധൈര്യമായിട്ട് കഴിക്കടി, നീ സന്തോഷമായിട്ട് കഴിക്ക എന്നൊക്കെ പറഞ്ഞ് ശങ്കുവിന് ഭയങ്കര സന്തോഷമായി. ശങ്കു സമാധാനത്തോടെ തന്നെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഗൗരി അവിടെ നിന്ന് അത് കഴിക്കണം. അപ്പൊ ശങ്കറിനെ ഓർത്താ കഴിക്കണത്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പൂജേനെയും നവീനെയും ധ്രുവനെയാണ്. അപ്പൊ പൂജ ഇവർ രണ്ടുപേരും കൊടുത്ത കോൺട്രാക്ടർ അല്ലെങ്കിൽ ഗൗരിയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു പണം ഉണ്ടല്ലോ കയ്യില്, ആ പണം നേരെ കൊണ്ടുവന്ന് ഇവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ദേ ഗൗരിയെ ദ്രോഹിക്കാൻ വേണ്ടി നിങ്ങൾ തന്ന കൂലിയായിട്ട് തന്ന പണമായത്, എനിക്കിത് വേണ്ട, നിങ്ങൾ തിരിച്ചു വാങ്ങണം. ഇപ്പൊ ഇങ്ങനെ തീരുമാനിക്കാൻ എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു ധ്രുവൻ. എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കഷ്ടിച്ച ഒരു തവണ ഞാൻ രക്ഷപ്പെട്ടു, ഇനി ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആരെയാ ഈ പേടിക്കുന്നത് എന്ന് ചോദിച്ചു. പൂജയുടെ പ്രശ്നം എന്താ എന്ന് ചോദിച്ചു. ഗൗരിക്കെതിരെ ഇനി എനിക്ക് ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞു. എനിക്ക് അവരെ പേടിയാ. ആരെയാ പേടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. എന്തിനാ പേടിക്കുന്നത്? അത് ഗൗരിയുടെ വയറ്റ് വളരുന്ന ആ കുഞ്ഞിനെയാ എനിക്ക് പേടി എന്ന് പറഞ്ഞു പൂജ. അതൊരു സാധാരണ കുഞ്ഞല്ല, ഒരിക്കലും സാധാരണ കുഞ്ഞല്ല. അതിന് എന്തോ ഒരു അത്ഭുത ശക്തി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാ. അത്ഭുത ശക്തിയോ? നിങ്ങൾ എന്താ വിവരക്കേടാ ഈ പറയുന്നത് എന്ന് ചോദിച്ചു നവീൻ. വിവരക്കേടല്ല, എന്റെ കയ്യില് തെളിവുണ്ട് എന്ന് പറഞ്ഞു. എന്ത് തെളിവ്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചോ. ഗൗരി ഒറ്റയ്ക്കൊരു സെല്ലിലിടാൻ കാരണക്കാരി ഈ ഞാനാണ്. അതുകൊണ്ട് അന്നത്തെ ആ രാത്രിയാണ് കുഞ്ഞിന്റെ ആ അത്ഭുത ശക്തി മനസ്സിലാക്കാൻ കാരണമായത് തന്നെ എന്ന് പറഞ്ഞു. എന്തൊക്കെയാ? അന്ന് രാത്രി നിങ്ങൾ തന്ന ആ കഞ്ചാവും കൊണ്ട് ഞാൻ സ്കൂട്ടറിൽ വരുമ്പോ പെട്ടെന്ന് ആകാശത്ത് നിന്ന് എന്തോ ഒരു ശക്തി എന്റെ മുകളിലേക്ക് വന്ന് വീണു. പെട്ടെന്ന് എന്റെ കണ്ണിൽ ഇരുട്ട് കയറി, എന്റെ ബോധവും പോയി. പിന്നെ എനിക്കിനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതേ അല്ല. കൃത്യസമയത്ത് നല്ലൊരു വൈദ്യന്റെ അടുത്ത് എത്തിയത് കൊണ്ട് മാത്രമാ ഞാൻ രക്ഷപ്പെട്ടത്. പൂജ എന്താ പറഞ്ഞത്? നല്ലൊരു വൈദ്യരുടെ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു എന്നോ? അതെ, സത്യ പറഞ്ഞത്.
പടുമർമ്മം എന്നൊരു സംഗതിയുണ്ട്. ആ മർമ്മം എന്ന് പറയുന്നത് അത് പ്രയോഗിക്കാൻ അറിയാവുന്ന ആരും ഇന്നും ജീവിച്ചിരിപ്പില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് എന്ന് പറഞ്ഞു. ഗൗരിയുടെ കുഞ്ഞിന്റെ അത്ഭുത ശക്തി ആ മർമ്മം പ്രയോഗിച്ച എന്നെ വീഴ്ത്തിയത്. പടുമർമ്മം പ്രയോഗിക്കാൻ അറിയാവുന്നവരാരും ജീവിച്ചില്ല എഴുപ്പില്ല എന്ന് പൂജയോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. ഗൗരിയുടെ കുഞ്ഞിന്റെ അത്ഭുത ശക്തിയെ ഗൗരി അല്ലെങ്കിൽ പൂജയെ വീഴ്ത്തിയതെങ്കിൽ അതെന്തുകൊണ്ട് ജയിലിൽ വെച്ച് സംഭവിച്ചില്ല? അതിപ്പോ അങ്ങനെ ചോദിച്ചാല് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പൂജ ഈ പരുവത്തിലാക്കിയത് ദേ ഗൗരിയുടെ കുഞ്ഞിന്റെ അത്ഭുത ശക്തി ഒന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെ പിന്നെ താൻ എന്താ പറയുന്നത്? അന്നത്തെ ദിവസം എല്ലാത്തിനും സാക്ഷിയായി ഗൗരിക്ക് പ്രിയപ്പെട്ട ആരോ ഒരാൾ ജയിലിലുണ്ടായിരുന്നു എന്നതാണ് സത്യം. അയാളുടെ സ്നേഹം പൂജയോടുള്ള പക വീട്ടിലായി മാറി. അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ധ്രുവൻ. അപ്പം പൂജ ഇങ്ങനെ ആലോചിക്കുക, അല്ലാതെ ഗൗരിയുടെ കുഞ്ഞിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. ഇതെന്താ ഇവരിങ്ങനെ പറയുന്നത്? അപ്പൊ നീ എന്താ ധ്രുവ പറഞ്ഞു വരുന്നത്? ആരും അറിയാതെ ഗൗരിയെ കാണാൻ ശങ്കർ ജയിലിലെത്തുന്നതാണോ ആണോ ധ്രുവ എന്നിങ്ങനെ നവീൻ ചോദിക്കുകയാണ്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.